എൻ്റെ മകൾ ഒരു ദിവസം സ്കൂളിൽ അവളുടെ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. ആ പാട്ട് മത്സരമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൾ വരുന്ന സമയത്ത് കാറിൽ വെച്ച് അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെ പാട്ടൊക്കെ? മമ്മ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ബ്രദറിൻ്റെ മോനുണ്ട് കേട്ടോ കൂടെ. അവൻ പറഞ്ഞു, അയ്യോ എനിക്കൊന്നുമില്ല, ട്രോഫി ഒന്നുമില്ല, എനിക്ക് ഒരുപാട് ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു മക്കളാണ്, അവരെങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, അവരെങ്ങനെയാണ് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. മകൻ പറഞ്ഞത് അവൻ്റെതായ കുഞ്ഞു ചിന്തയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം അവളത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചു, മമ്മ എന്താ മമ്മ, എനിക്ക് മാത്രം ട്രോഫി ഒന്നും ഇല്ലല്ലോ, എൻ്റെ ആ ഫ്രണ്ട് പാടി അവൾക്ക് കിട്ടിയല്ലോ, ഇവൾക്ക് കിട്ടിയല്ലോ, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇവിടെ പോകുമ്പോൾ മോളുടെ അടുത്ത് മമ്മ എന്ത് പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലെങ്കിൽ മോളെ കൊണ്ട് എന്ത് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് മമ്മ ഇവിടെ നിന്ന് വിട്ടതെന്ന് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, മോളോട് പറഞ്ഞത് ഇന്ന് മോളുടെ കോമ്പറ്റീഷനാണ്, നന്നായി പാടാൻ പറ്റണേ. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇന്ന് കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാവർക്കും നന്നായി പാടാൻ പറ്റണേ, അർഹിക്കുന്ന ആൾക്ക് അതിനുള്ള സമ്മാനം കിട്ടാനും ഇട എത്തണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും നമ്മളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് പാട്ട് പാടും, അവർക്ക് ഒരുപാട് ട്രോഫീസ് കിട്ടാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് മോൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് പ്രോബ്ലം അല്ല. അവളുടെ സ്കൂൾ ഭയങ്കര റഷ് ആട്ടോ, കുട്ടികൾ ഗേൾസ് മാത്രമേ സ്കൂളാണ്, എല്ലാവരും ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ടാലൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ 10 കുട്ടികൾസാണ് ആകെ സെലക്ഷൻ ആയിട്ടുള്ളത്. അതിൽ സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു 10 കുട്ടികളിൽ അവൾ സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ മോളുടെ ഒരു ഭാഗ്യമാണ്. സെലക്ഷൻ വരെ കിട്ടിയില്ലേ, ഇത്രയും ബ്രില്യൻസ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ സെലക്ഷൻ കിട്ടിയില്ലേ, അത് തന്നെയാണ് മോൾ കിട്ടിയ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പം ഇനി എന്താ മനസ്സിലാക്കേണ്ടത്, മോളുടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പാട്ട് പാടി അവർക്ക് ട്രോഫി കിട്ടിയെന്നല്ലേ മോൾ നോക്കിയത്. പക്ഷെ അവർക്ക് പാട്ട് പാടിയതൊക്കെ മോൾ കേട്ടിട്ടില്ലേ. ചിലർ നന്നായി എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടാവും, ചിലർ നല്ലോണം വോയിസ് നന്നായി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരിലൊരു ചേഞ്ച് മോൾ കണ്ടിട്ടുണ്ടാവില്ലേ. അത് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം പാടുമ്പോൾ നന്നായി പാടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോഴും കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ആർക്കാണോ അർഹത അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവർക്കാണ് കിട്ടേണ്ടത് ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫ്രണ്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഫ്രണ്ട് അവൻ നല്ല വെൽ സെറ്റിൽഡ് ആണ്, അവൻ നല്ല കരിയർ ആയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെന്താക്കും അവർ ബിസിനസ്സൊക്കെ അവൻ സ്റ്റാർട്ട് ചെയ്തു, അത് ഭയങ്കര സൂപ്പർ ആയല്ലോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറല്ലേ. ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കാറ്. എൻ്റെ മോളെന്താണ് പറഞ്ഞത്, അവർക്കൊക്കെ ട്രോഫി കിട്ടിയല്ലോ, അല്ല ട്രോഫി കിട്ടിയിട്ട് പറയുന്നല്ലോ, എനിക്കെന്താ മമ്മ ഇങ്ങനെ എന്നാണ് അവൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരാണ്, നിങ്ങളുടെ ബാക്കിലേക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നിത് കേട്ടോ കേട്ടോ. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു വരുന്ന ഓരോ കാലഘട്ടത്തിലും, നമ്മൾ പഠിക്കുന്ന കാലഘട്ടമായിരിക്കാം, നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കാം, എന്ത് കാലഘട്ടത്തിലാണ്, കുട്ടി പ്രായമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്കൊന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളെന്താ ഇങ്ങനെ, അവർക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് എന്താ ഇങ്ങനെ ഇല്ലാത്ത, ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ നടത്തുന്ന ഒരു മൈൻഡാണ് നമ്മുടെ എല്ലാവരും അല്ലേ. ഞാനടക്കം അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഓരോ ജേർണിയിൽ കടന്നു വരുന്ന സമയത്തും ഞാൻ ഇതുപോലെ ഇങ്ങനെ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും കല്യാണം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കല്യാണമായി, ഇപ്പം നമുക്കൊരു അംബീഷൻ അല്ലെങ്കിൽ നമുക്കൊരു ചിന്ത ഉണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെ രീതിയിലായിരിക്കണം നമ്മുടെ കല്യാണം എന്നൊക്കെ, നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ ആയിരിക്കണം വിവാഹം കഴിക്കാൻ. അപ്പം അവരുടെയൊക്കെ ലൈഫ് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ അവർക്ക് കിട്ടിയ നല്ലൊരു ലൈഫാണല്ലോ, അപ്പം ഞാനും അങ്ങനെ ആഗ്രഹിച്ചിട്ട് എനിക്കെന്താ അതുപോലെ ഒന്നും വരാതെ, നമ്മൾക്കെല്ലാം ഒരു സമയം ഉണ്ടായ സമയമ്പോഴേക്ക് എത്തും, എന്നാൽ ഇപ്പോൾ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചു കൊടുക്കും, അവർക്കതുണ്ടല്ലോ, എനിക്കെന്താ അങ്ങനെ സംഭവിക്കാഞ്ഞേ, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ അത് സൂപ്പറായി, ആൾ സക്സസ് ആയി. അത് കണ്ട് നമ്മൾക്കിപ്പോൾ ജോബും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, പക്ഷെ നമ്മൾ അത് കണ്ടിട്ട് അയ്യോ അവൻ ഇത്രയും സക്സസ് ആയാലും ഞാനും അവനും ഒരുപോലെയാണല്ലോ പഠിച്ചത്, അവനേക്കാൾ നന്നായി ഞാൻ മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അവൻ അവിടെ എത്തി, എനിക്ക് എന്താ ഇവിടെ എത്താൻ പറ്റാതെ എന്ന് നമ്മളിവിടെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിലപ്പോൾ നമ്മളെ തന്നെ പഠിക്കും, അല്ലെങ്കിൽ ദൈവത്തെ പഠിക്കും അല്ലേ. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവൻ്റെ സക്സസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അവൻ വരുന്ന ഒരു വഴിയുണ്ട്, അവൻ നടന്നു വന്നൊരു വഴിയുണ്ട്, അത് നമ്മൾ ആരും കാണുന്നില്ല. അത് അവൻ മാത്രം ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ വീണ് പോയിട്ടുണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളിലും അവൻ മൊത്തം തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. അവിടെയൊക്കെ പിന്നെയും അവൻ ചവിട്ടി കയറിയിട്ടായിരിക്കും അവൻ ആ സക്സസ്സിൽ എത്തിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ അവൻ്റെ സക്സസ് കാണുമ്പോൾ അവൻ ഭയങ്കര സൂപ്പർ ആണല്ലോ, അവൻ അടിപൊളിയിൽ സക്സസ് ആയിട്ടുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ ഒന്നും പറ്റാതെ, അവൻ നല്ല നിലയിൽ എത്തിയല്ലോ എന്നുള്ളത്. എല്ലാവരുടെയും മുമ്പിലേക്കും വേണ്ടുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ കാണുന്നത്, അതിനെപ്പറ്റി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ വഴി നമ്മൾ സ്വയം വെട്ടി ഉണ്ടാക്കുകയാണ് വേണ്ടത്. അവനങ്ങനെ ആണല്ലോ, അവനങ്ങനെ ആയല്ലോ, എനിക്കെന്താ അങ്ങനെ ആവാൻ പറ്റാതെ എന്ന് ആലോചിച്ച് നമ്മൾ ബോധേഡായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അത് നമ്മളെ ലൈഫിനെ എപ്പോഴും ഇരുട്ടിലേക്ക് ആക്കുകയേ ഉള്ളൂ. ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിലാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അവർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടല്ലോ, എനിക്കെന്താ ഇങ്ങനെ, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ മുന്നോട്ട് പോകാൻ പറ്റാതെ, എനിക്ക് മാത്രം എന്താ ഒരു കരിയർ കിട്ടാതിരുന്നേ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇല്ലാതെ പോയത്, ഇങ്ങനെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ആ സെറ്റിൽമെൻറ്റിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിയത് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അവർ ഒരുപാട് പ്രയത്നിച്ചിട്ട്
അവരുടെ ഉള്ളിൽ മാത്രം അറിയുന്ന ഒരുപാട് വീഴ്ചകളിലും ഒരുപാട് തളർച്ചകളിലും നിന്നാണ് അവരവിടെ എത്തിയിട്ടുണ്ടാവുക. ഇപ്പോഴും അവർ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളെ തന്നെ ഡൗൺ ആക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ എല്ലാവരുടെ ഒരു ക്യാരക്ടറല്ലേ. ശരിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കുകയല്ല, വേറൊരാളെ കമ്പയർ ചെയ്ത് മുന്നോട്ട് പോവാതെ നമ്മൾക്ക് നമ്മുടേതായ ഒരു ചിന്ത ഉണ്ടാവണം. നമ്മുടെ ലൈഫിനെ എവിടെ എത്തിക്കണം, നമ്മുടെ ലൈഫ് എവിടെ എത്തണം. നിന്റെ കഴിവിനെ നിനക്കാണ് അറിയാം. നിനക്ക് ഇന്നലത്തിൽ കഴിവുണ്ടാവും. ചിലപ്പം അവൻ ബിസിനസ് ചെയ്തതുകൊണ്ട് നിനക്ക് ബിസിനസ് ചെയ്താൽ സക്സസ് ആവണമെന്നില്ല. അപ്പം നമ്മളുടേതായ കഴിവിനെ നമ്മൾ കണ്ടെത്തി ആ വഴികളിലേക്ക് നമ്മൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഴും. ആരും ഒരു നിമിഷം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ സക്സസ് ആവുന്നോ ആരും ഈ ലോകത്ത് ഉണ്ടാവില്ല. അങ്ങനെ ലക്കായിട്ടുള്ള 1-2 പേഴ്സൺസ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും നടന്നു നീങ്ങിയ വഴികൾ വളരെ വളരെ ദുർഘടമായിരിക്കും. അവരൊക്കെ അങ്ങനെ നടന്നിട്ടാണ് അവിടെ സക്സസ് എത്തിയത്. അപ്പോൾ നമ്മൾ ഈ കമ്പാരിങ് ചെയ്ത് നമ്മളുടെ മനസ്സിനെ ഡൗൺ ആക്കി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിനെ ബോൾഡാക്കി നമ്മൾ ഓരോ വഴികളും ചവിട്ടാം. നമ്മൾ നടക്കുന്ന വഴികൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് എത്തുമ്പോൾ വലിയ കുണ്ടായിരിക്കാം. ഈ പറഞ്ഞവരൊക്കെ ടേൺ ചെയ്ത് അടുത്ത വഴിയിലേക്ക് നടന്നു പോയപ്പോഴായിരിക്കാം സക്സസ് ആയത്. നമ്മളും ടേൺ ചെയ്യുക, നമ്മൾ നമ്മുടെ മാത്രം ചിന്തിച്ചു പോവാം. അതേപോലെ തന്നെ എല്ലാവരും ലൈഫിൽ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഫോളോ. നമ്മൾ ഒരാളെ കമ്പയർ ചെയ്യുന്നത് പിന്നെയും നമ്മൾക്ക് സഹിക്കാം. നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ അച്ഛനമ്മമാർക്ക് പറയും, എബ്രഹാം ലിങ്കണിനെ കണ്ടിട്ടില്ലേ, അദ്ദേഹം മറ്റേ സ്ട്രീറ്റ് ലൈറ്റിന് വെളിച്ചെത്തിക്കുന്ന പഠിച്ചിട്ടാണ് ഇത്രയും നിലയിലെത്തിയത്. നമ്മൾ വിചാരിക്കും അയാളുമായിട്ട് എന്തിനാണ് ഞങ്ങളെ കമ്പയർ ചെയ്യുന്നത്, അങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷെ ആ പറയുന്നത് ആ വ്യക്തിയുടെ ലൈഫ്, നമ്മൾക്ക് വീട്ടിൽ ലൈറ്റ് ഉണ്ട്, നമുക്ക് ഒരിക്കലും അതിൻ്റെ ചോട്ട് പോയിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സക്സസ് ആയതാണ് അച്ഛനും അമ്മയൊക്കെ നമ്മളോട് പറയുന്നത്. അത് കമ്പാരിസൺ അല്ല. അത് നമ്മളുടെ ഒരാളുടെ ജീവിതത്തെ നമുക്ക് നോക്കി പഠിക്കാനാണ് പറയുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതം നോക്കി പഠിക്കാം കേട്ടോ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ നമുക്ക് നോക്കാം, അവരുടെ ക്യാരക്ടർ നമുക്ക് നോക്കാം. അത് നോക്കി നമുക്ക് പഠിക്കാം. ഇങ്ങനെയൊക്കെയാണ് ലൈഫ് മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ അവർ ചെയ്യുന്നത് പോലത്തെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകാൻ പാടില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ബിസിനസ് സക്സസ് ആയി, സൂപ്പറായി, അതേ ബിസിനസ് നമ്മളെടുത്തിട്ട് അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ അട്ടർ ഫ്ലോപ്പായി, നമ്മളുടെ എല്ലാം ലോസായി നമ്മൾ അവിടെ കിടക്കുമ്പോൾ കണ്ടില്ലേ ദൈവമേ നീ എന്നെ ഈ അവസ്ഥയിലാക്കിയില്ലേ, അവരെ നോക്കിയിട്ട് സൂപ്പർ ആക്കിയില്ലേ എന്ന് നമ്മൾ പറയും. കാരണം അവൻ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ ഒരു എൻ്റർപ്രണർ ആവാൻ, ബിസിനസ്സിന് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അവർ ഫോളോ ചെയ്താൽ നമ്മൾ ഇരുട്ടിലേക്ക് തന്നെ പോകുള്ളൂ. അപ്പോൾ നമുക്ക് കരയാനേ നേരം ഉണ്ടാവുള്ളൂ, നമുക്ക് വിഷമിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ലൈഫിൽ അങ്ങനെ ആയിരിക്കുമല്ലേ, നമ്മളെ കമ്പയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാകും നമ്മുടെ ലൈഫിനെ, നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാകും. ചെറിയ കാര്യം തന്നെ പറയാം. നമ്മളിപ്പോൾ ടീനേജർ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര ഫാഷനബിളായിട്ട് നടക്കുന്ന കാണുമ്പോൾ കുട്ടികൾ അതുപോലെ നടക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്. നമ്മൾ പിന്നെ ഉൾവലിഞ്ഞ ഒരു ക്യാരക്ടറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇടുന്ന നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രസ്സിൻ്റെ കംഫർട്ടബിൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കാം. നമ്മൾ ഭയങ്കരമായിട്ട് ജീൻസ് ടോപ്പ് അങ്ങനത്തെ ഒന്നും ഇടാതെ ഭയങ്കര അച്ഛനും അമ്മയും ഭയങ്കര ശാലീന സുന്ദരിയായിട്ട്, അല്ലെങ്കിൽ വളരെ നമ്മൾ പട്ടുപാട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വളർത്തിയ ഒരു കുട്ടി പെട്ടെന്ന് ഒരു കോളേജ് ലൈഫിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയാണ് എന്ന് കണ്ടിട്ട് ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ കുട്ടി എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ നമ്മളുടെ കോൺഫിഡൻസ് നമ്മൾ വേറെ ആളെ ഫോളോ ചെയ്തിട്ടല്ല ഉണ്ടാവുക. നമ്മളെങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ പോകുമ്പോൾ, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതികളായിക്കോട്ടെ, എല്ലാം നമുക്ക് നമ്മളുടേതായ ഒരു ശൈലിയുണ്ട്. നമ്മൾ വേറെ ആളെ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഒന്നും അല്ലാതാവും, നമ്മുടെ ക്യാരക്ടർ ഒന്നും ഇല്ലാതാവും. നമ്മൾ പുറത്ത് അവർ മനസ്സിലാക്കുന്ന രീതിയും മാറും. കാരണം നമ്മൾ ഉള്ളിൽ ഈ ഒരു രീതിയിലാണ്, പക്ഷെ പുറമേ നമ്മൾ കാണിക്കുന്നത് നമ്മളിങ്ങനെ മറ്റുള്ളവരെ ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ലൈഫിനെ ബേസ് ചെയ്താൽ പറയുന്നെങ്കിലും ഞാൻ കമ്പയറിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ അതിനിപ്പം പാടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ കമ്പയറിങ് ചെയ്യാൻ പോകാറില്ല, പക്ഷെ ഞാൻ ഫോളോ ചെയ്തിട്ടേ ഇല്ല. എനിക്ക് എൻ്റെ ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഒന്നിനെയും ആരെയും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റേതായ രീതിയിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഈ രീതിയിൽ ഡ്രസ്സ് ചെയ്യുള്ളൂ, അവരെന്ത് ചെയ്തോട്ടെ, ഞാൻ ഈ രീതി. എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ചെറുതിലൊക്കെ. എനിക്കെന്താ ഒരു നല്ല രീതിയിൽ കമ്മലോ അല്ലെങ്കിൽ മാലയോ അങ്ങനെ കിട്ടൂടെ എന്ന് ചോദിച്ചിട്ട്. കാരണം ഞാൻ അങ്ങനെയൊന്നും വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കുട്ടിപ്രായം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അങ്ങനെയൊന്നും വാങ്ങിയിടാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളർന്നു വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ശീലമാണ്. പിന്നെ അതെൻ്റെ ലൈഫ് സ്റ്റൈലായി മാറി. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഇടുമ്പോൾ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. ഞാൻ ലൈറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഓവറായിട്ട് പറ്റില്ല. അതിപ്പം എനിക്കറിയാം, ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നത്, നിനക്ക് ലൈഫിൽ എന്തുകൊണ്ട് നീ മാറുന്നില്ല, ഡ്രസ്സിങ്ങിലാണെങ്കിലും നിൻ്റെ ഫാഷനാണെങ്കിലും എന്തുകൊണ്ട് മാറുന്നില്ല. ഞാൻ ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ, ഇതാണ് എൻ്റെ കോൺഫിഡൻസ്. ഇങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് പുറത്ത്. അല്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിൽ പോകുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കളുടെ അടുത്തും ഞാൻ പറയാറുണ്ട്, എപ്പോഴും നല്ല രീതിയിൽ പോകാൻ വേണ്ടി ശ്രമിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ശ്രമിക്കുക. അല്ലാതെ ഒന്നിനെയും അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ പോകാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ പലരെയും ഫോളോ ചെയ്തിട്ട് ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഒരു പരിധിക്കട്ടോ നമ്മൾ ഇരുന്ന് പോകും. നമ്മൾ എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന ഒരാൾക്കാരാണോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തന്നെ ഉള്ളിൽ അയ്യോ ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ വഴികൾ ഒരിക്കലും ശരിയല്ല എന്ന് തോന്നുന്നവരാണോ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് കമ്പയർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ലൈഫിനെ കമ്പയർ ചെയ്യേണ്ട, അവരുടെ ലൈഫിനെ നോക്കിക്കാണാം. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഗുഡ് ലെസൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പഠിക്കാം. അവർ ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഹാർഡ് വർക്കിംഗ് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കമ്പയർ ചെയ്യരുത്. അവരുടെ ലൈഫ് എന്താ ഇങ്ങനെ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ എന്ന് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതേപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഫോളോ ചെയ്യാതിരിക്കുക. വേറൊരു ലൈഫ് കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആവും. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ വഴികളെ വെട്ടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണ് പോകും. ഒരുപാട് പ്രാവശ്യം വീണ് പോകും. ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം വീണ് പോയിട്ടുണ്ട്, ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ കാലുകൾ ഓരോന്നും ഞാൻ തന്നെ വെച്ച് തുടങ്ങി. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ എവിടെയെങ്കിലും ഒരു സക്സസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സെങ്കിലും സംതൃപ്തി അടിയും. നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആരെയും ഫോളോ ചെയ്തിട്ടല്ല എന്നുള്ളത്. ഇതെന്തായാലും ഈ വീഡിയോസ് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.